ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഹൽവയാണ്, അതായത് ബനാന ഹൽവയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഏത്തപ്പഴം വെച്ചിട്ടൊരു ഹൽവ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ അതിനായിട്ട് 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് മിക്സിയിലിട്ട് അടിക്കാൻ പോവുകയാണ്, അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം. ഇതപ്പോൾ നമുക്ക് പഴം ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പഴം തന്നെ ഇട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. ഇതായിപ്പോൾ നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യുന്നത് അതിലേക്ക് മാറ്റാം. പഴത്തിൻ്റെ മിക്സ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു പാത്രം എടുക്കുമ്പോൾ നല്ല അടികട്ടിയുള്ളൊരു പാത്രം വേണം എടുക്കാൻ. ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഇതുപോലൊരു പാത്രം എടുത്താലും മതി. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് പഴം അടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതായിപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാതെ അടിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടുക്കി പിടിക്കാതെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. പഴത്തിൽ അത്യാവശ്യം ചെറിയ രീതിയിൽ വെള്ളം ഉണ്ടാവില്ല, അപ്പോൾ അതൊന്ന് നമുക്ക് ഫസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതപ്പോൾ നമുക്ക് അടുക്കി പിടിക്കാതെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അതിനകത്ത് വെള്ളമെല്ലാം വറ്റി റെഡി ആയിട്ടുണ്ടാവും. ആദ്യം ചെറുതായിട്ടൊന്ന് അടുക്കി പിടിക്കും. പിന്നെ നമ്മൾ ഈ വെള്ളം ഒന്ന് വറ്റി കഴിഞ്ഞതിന് ശേഷം നെയ്യ് ചേർക്കുമ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതായിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി 1 സ്പൂൺ നെയ്യ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ മിക്സ് നല്ലതുപോലെ കട്ടിയായിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 1/4 കപ്പ് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഴത്തിന് ഏകദേശം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇതപ്പോൾ ഞാൻ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ നമ്മൾ ശർക്കരപ്പാനിയും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം നല്ല സോഫ്റ്റായി കിട്ടും നമ്മുടെ ഹൽവ. ആദ്യമേ ഒന്നിച്ച് ചേർക്കാതെ കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് റെഡിയായി എന്ന് അറിയാനായിട്ട് നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് ഈ ഒരു മിക്സ് തനിയെ വിട്ട് കിട്ടും. അപ്പോഴത്തേക്ക് ഇത് റെഡി ആയിട്ടുണ്ടാവും. അതുവരെ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. പാത്രത്തിൽ ഒന്നും ഒട്ടിപ്പിടിക്കാതെ എല്ലാം നമുക്ക് വിട്ട് കിട്ടും. നമുക്ക് കുറേശ്ശെയായിട്ട് കുറച്ചും കൂടി നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് കാഷ്യൂ നട്ട് ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ചും കൂടി നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിരുന്നു. ഇതും കൂടി കൂട്ടി. പിന്നെ ഹൽവ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നെയ്യുള്ളൊരു സ്വീറ്റും കൂടിയാണല്ലോ. ഇതായപ്പോൾ നമ്മുടെ ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന സ്റ്റേജൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ മതിയാവും. അപ്പോഴത്തേക്കും നല്ലതുപോലെ റെഡിയാവും. അതായത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നെയ്യെല്ലാം തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ചൂടോടുകൂടി തന്നെ മാറ്റാം. ഞാനിപ്പോൾ ഈ ഒരു ബൗളിലേക്കാണ് മാറ്റുന്നത്. കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഈ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ ബൗളിലേക്ക് കുറച്ചൊരു നെയ്യൊന്ന് തൂത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഹൽവയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കാഷ്യൂ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ സെറ്റാവും. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നിന്ന് സെറ്റാവട്ടെ. ഇതപ്പോൾ നമ്മുടെ ഹൽവ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഈ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് സ്പൂണോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു നൈഫോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സൈഡൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒന്ന് തൊട്ട് നോക്കാം. നല്ല സോഫ്റ്റാണ്. നെയ്യെല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.